അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെത്തൊട്ടും മാരക രോഗങ്ങളെത്തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനിയുടെ ലോകത്ത് അനുഭവങ്ങളിലൂടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനുഷ്യന്മാർ 3 വിധമാണ് എന്ന് 4 വിധമാണ് എന്ന് നമുക്ക് കാണാം. ചില ആളുകൾ മുസ്ലിമായി ജനിക്കുന്നു, മുസ്ലിമായി തന്നെ മരിക്കുന്നു. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകളാകട്ടെ മുസ്ലിമായി ജനിക്കുന്നു, മരിക്കുമ്പോൾ കാഫിറായി മരിക്കുന്നു. അത്തരം ആളുകളും ഈ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മളെ പെടുത്താതെ വേറെ ചില ആളുകൾ ജനിക്കുമ്പോൾ കാഫിറാണെങ്കിലും പിന്നീട് അവർ സത്യവിശ്വാസികളായി മുഅ്മിനുകളായി മാറുന്നത് നമ്മൾ എത്രയോ കാണുന്നു. അതേപോലെ നല്ലൊരു വിഭാഗം ആളുകൾ ജനിക്കുമ്പോഴും കാഫിറാണ്, മരിക്കുമ്പോഴും കാഫിറാണ്. ഏതായാലും നമ്മളൊക്കെ ജനിക്കുമ്പോൾ മുസ്ലിങ്ങളായി ജനിച്ചവരാണ്. മരിക്കുമ്പോഴും ഈമാനോട് കൂടെ മുഅ്മിനായി മുസ്ലിമായി മരിക്കണം. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വലിയൊരു വിഭാഗം എക്സ് മുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗം കൊണ്ടുവരുന്നു. എക്സ് മിലിറ്ററിയിലൊക്കെ നമ്മൾ പണ്ട് കേട്ടിരുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ സ്വഹാബത്തിന്റെ താബീകളുടെ കാലശേഷം ലോകത്തുണ്ടായ വലിയ ഒരു മുസീബത്താണ് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ. ഇതിപ്പുണ്ടായതല്ല. ഇസ്ലാമിന്റെ ആരംഭത്തിൽ 1-ാമത്തെ നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും താബീകളുടെ കാലത്ത് തന്നെ ഏകദേശം ആ വിഭാഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് അവരെന്നാണ് അവകാശപ്പെട്ടത്. അവരെ പറ്റിയാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം. മുഅ്തസിലിയാക്കള്, മുഅ്തസിലത്ത് എന്നാണ് അവരെ പറ്റി പറയുക. ലോകത്തെ ഭരണാധികാരികളും മുസ്ലിം ഭരണാധികാരികളിലും മുസ്ലിം ബഹുജനങ്ങളിലും ഇസ്ലാമിക ലോകത്ത് വലിയൊരു ശതമാനം അവരുണ്ടായിരുന്നു. മുഅ്തസിലത്ത് എന്ന് പറയുന്ന ആ വിഭാഗം, അതായത് ലോകത്ത് അറിയപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന യുനാനി എന്ന വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഇബ്നു സീനയൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. അതായത് ഇസ്ലാമിൽ യുക്തിക്ക് യോജിക്കാത്ത ഖുർആനും ഹദീസുകളൊക്കെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം. അവരുടെ യുക്തിക്ക് യോജിക്കാത്തതൊക്കെ തള്ളും. അത് ഖുർആനായിട്ടും കാര്യമില്ല, ഹദീസായിട്ടും കാര്യമില്ല. എന്തായാലും യുക്തിക്ക് യോജിക്കാത്തതൊക്കെ തള്ളുന്ന ഒരു വിഭാഗം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു. അത്തരം ആളുകൾ ലോകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും അത്തരം ചിന്താഗതികളൊക്കെ പൊടിതട്ടിയെടുത്തിട്ട് ആ പഴയ ചിന്താഗതികൾ, ആ പഴയ കണ്ട് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽപ്പെട്ടതാണ്. അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്, മരുന്നുമായി ബന്ധപ്പെട്ട ഔഷധങ്ങൾക്ക് രോഗം മാറ്റാൻ കഴിവുണ്ട് എന്ന വിശ്വാസം അവരാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്. അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു അത്. മരുന്നാണ് രോഗം മാറ്റുന്നത്, അള്ളാഹുവിന് അതിൽ വലിയ പങ്കൊന്നുമില്ല, മരുന്നിനാണ് രോഗം മാറ്റാൻ കഴിവ് എന്ന് വിശ്വസിച്ച ഒരു വിഭാഗമായിരുന്നു ആ മുഅ്തസിലത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ. അപ്പൊ രോഗം മാറ്റുന്നവൻ അള്ളാഹു ഒന്നുമല്ല, അത് മരുന്ന് കഴിച്ചാൽ മാറും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അത്തരം വിശ്വാസം തനിച്ച കുഫറാണ്. ആ വിശ്വസിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നൊക്കെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധ വിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ കുത്തിവെക്കാൻ ഇത്തരക്കാരിന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ആയുർവേദമായാലും അലോപ്പതി ആയാലും യുനാനി ആയാലും അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ചികിത്സകളായാലും എല്ലാ ചികിത്സകളും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ ശരീരം, അതായത് മൗദൂഉ തിബ്ബി ജസദുൽ ഇൻസാനി മിൻ ഹൈസു സിഖത്തു വൽ സഖമു എന്നാണ് അതിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ മൗദൂഅ്, അതിന്റെ ചർച്ചാ വിഷയം
മനുഷ്യ ശരീരമാണ്. അതിനെന്തുകൊണ്ട് രോഗം വരുന്നു, എന്തുകൊണ്ട് ആരോഗ്യം നിലനിർത്തുന്നു എന്നതാണ് വൈദ്യശാസ്ത്രത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഇത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല, മനുഷ്യൻ അതിലേറെ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരാത്മാവ് അവന്റെ കൂടെയുണ്ട്. അതിനെ ചികിത്സിക്കാനും അതിന് രോഗം വരുമ്പോൾ എങ്ങനെ മാറ്റണമെന്നും വൈദ്യശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാ. കാരണം ആത്മാവിനെ പറ്റി തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന്റെ രോഗത്തിനാണെങ്കിലും ജഡത്തിന്റെ ശരീരത്തിന്റെ രോഗത്തിനാണെങ്കിലും മരുന്ന് കൊടുക്കുക എന്നതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ചികിത്സ. പലപ്പോഴും ആ ചികിത്സകൾ ഫലത്തിയില്ല. കാരണം അത്തരം രോഗങ്ങൾ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ ഇന്ന് നമ്മൾ വൈദ്യശാസ്ത്രം ലോകത്ത് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഞാനൊക്കെ ഒരു ഷുഗർ രോഗിയാണ്. ഞാൻ ഷുഗർ പരിശോധിക്കാറുണ്ട്. ഇപ്പൊ ഷുഗർ പരിശോധിച്ചിട്ട് എൻ്റെ 170, 190 ഇടയിലാണ് എൻ്റെ ഷുഗർ നിൽക്കാറുള്ളത്. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് കയ്യിൽ തരുമ്പോൾ വളരെ ഉസ്താദാണ്, കൂടുതലാണല്ലോ ഉസ്താദേ പറയും ടെസ്റ്റ് ചെയ്താൽ പെണ്ണ്. അപ്പൊ ഞാൻ അവളോട് പറയും അത് കൂടുതലല്ല കേട്ടോ, നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, 200 വരെ ആകാം, അതൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. അപ്പൊ അവള് പറയും 100-ലധികം ആയാൽ തന്നെ അപകടമാണ്, 140 കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഇതൊക്കെ ആര് തീരുമാനിച്ചതാ? ഇപ്പോഴാണ് ഇന്ന് ഞാനൊരു ശബ്ദം കേട്ടു, ഒരു പ്രശസ്തനായ ഡോക്ടർ 200 വരെ, 160 നോർമല്. ഏറ്റവും പുതിയ ശാസ്ത്രപ്രകാരം 160 വരെ നോർമലാണ്. 200-ലേറെ വരുമ്പോഴേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഷുഗർ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ പ്രഷർ എന്ന് പറഞ്ഞത് 120/80 അല്ല, 180/100 എന്ന് പറയുന്ന ഒരു പ്രസംഗം ഞാനിന്ന് കേൾക്കുകയുണ്ടായി. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, മെഡിക്കൽ സ്റ്റോറുകാർക്ക് മരുന്ന് ചെലവാകണം, ഡോക്ടർമാർക്ക് മരുന്ന് എഴുതാൻ പറ്റണമെങ്കിൽ ഇതിന്റെ അളവ് കുറച്ച് വെക്കണം, എന്നാലേ നീ പ്രമേഹ രോഗിയാണ്, നീ പ്രഷറുകാരനാണ് എന്ന് ആളുകളോട് പറയാൻ പറ്റൂ. ഇതൊക്കെ നടക്കുന്ന തട്ടിപ്പുകളാണ്. വൈദ്യശാസ്ത്രത്തിൽ നടക്കുന്ന ഒരുപാട് തട്ടിപ്പുകൾ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കോവിഷീൽഡ് അത് വാങ്ങി അത് ഉപയോഗിക്കാതെ അത് കുത്തിവെക്കാത്തവർക്ക് ഒന്നും പറ്റൂല, അവിടെ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല, ഗൾഫിൽ പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. പറഞ്ഞെന്താ, കോവിഷീൽഡ് ചെയ്തവരൊക്കെ കുഴഞ്ഞു ഇങ്ങനെ മരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാ പറയും. ഇതാണ് വൈദ്യശാസ്ത്രം. പക്ഷെ നമ്മുടെ അന്ധവിശ്വാസം നമ്മളൊന്ന് ആലോചിക്കണം. ഡോക്ടർമാരെന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ അന്ധവിശ്വാസങ്ങളും അവർ നമ്മളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന അബദ്ധങ്ങളും നമ്മൾ അറിയാതെ ഇതൊക്കെ ശാസ്ത്രമാണ്, ഇതൊക്കെ ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ മദ്യമാഫിയ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപകടകരമായൊരു മാഫിയയായി ഹോസ്പിറ്റൽ വ്യവസായവും അതേപോലെ തന്നെ മെഡിക്കൽ വ്യവസായവും വ്യാപിച്ചൊരു കാലഘട്ടമാണ്. എന്നിട്ട് നമ്മളിപ്പോഴും അബദ്ധവിശ്വാസത്തിലാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനാണ്. വളരെ വ്യക്തമായ ആയത്ത് അല്ലാഹു തആല പറയുന്നു വനുനസ്സിലു മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമ്മൾ ഇറക്കും. മാ ഒന്ന് ഹുവ ശിഫാഉൻ, അത് ശമനമാണ്, വറഹ്മത്തുൻ ലിൽ മുഅ്മിനീന, അത് സത്യവിശ്വാസികൾക്ക് റഹ്മത്തുമാണ്. അപ്പൊ ശമനമാണ് ഖുർആൻ. ആത്മീയ രോഗമാവട്ടെ, മനസ്സിന്റെ രോഗമാവട്ടെ, ശരീരത്തിന്റെ രോഗമാവട്ടെ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഞങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, വയലം നീ അറിഞ്ഞോ, അന്നൽ ഖുർആന, ഈ പരിശുദ്ധ ഖുർആൻ ശിഫാഉൻ മിനൽ അംറാദി റൂഹാനിയ വ ശിഫാഉൻ അയ്ലം മിനൽ അംറാദി ജിസ്മാനിയ, ശാരീരിക രോഗങ്ങൾക്കും മാനസികമായ ആത്മീയമായ രോഗങ്ങൾക്കും ശമനമാണ് ഈ ഖുർആൻ. വഴിപഴച്ചവർക്ക് മാർഗദർശനം നൽകുന്നതാണ്, അവരുടെ ആത്മീയമായ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതാണ് ഖുർആൻ. അതേപോലെ അവരുടെ ശരീരങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ ശമനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇമാം ഫഖ്റുദ്ദീൻ റാസി വിവരിച്ചു പറയുന്നത് കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മല്ലം യസ്തശ്ഫിൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ കൊണ്ട് ശമനം തേടിയിട്ടില്ലെങ്കിൽ, ഒരു അസുഖം വരുമ്പോ ഖുർആനിലൂടെ ശമനം തേടാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു തആല അവന്റെ രോഗം ശമനമാക്കാതിരിക്കട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തഫ്സീർ റാസി 11-ാമത്തെ വാള്യം 35-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് ഖുർആനാണ്. നമുക്ക് വിശ്വാസമില്ല, നമ്മൾ ഖുർആന്റെ ആളുകളാണ്. അതിപ്പോ പറഞ്ഞ ഒരു മോലിയൊരു വയത് പറഞ്ഞാൽ പറയും ഇയാൾ തികഞ്ഞ അന്ധവിശ്വാസിയാണ്. ഇയാളുടെ അന്ധവിശ്വാസം നോക്കണം.
മരുന്നിനെക്കാളൊക്കെ വലിയ കഴിവ് ഖുർആനുണ്ടെന്നല്ല ഇയാൾ പറയുന്നത്. എനിക്ക് ഏതാണ് യുക്തി ഏതാണ് ബുദ്ധി എന്നൊന്നും അറിഞ്ഞില്ല. അള്ളയും റസൂലും പറഞ്ഞ ദീന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ നമ്മൾ മുഅ്മിനീങ്ങളാവുകയുള്ളൂ. അല്ലാഹു തആല പറയുന്നത് നമ്മളോട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അർ-റുഖ ബിൽ മുഅബ്ബിദാതി വ ഗൈരിഹാ മിൻ അസ്മാഇല്ലാഹി തആല. പരിശുദ്ധ ഖുർആനിലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് തുടങ്ങിയ സൂറത്തുകളും അല്ലാത്ത സൂറത്തുകളും മിൻ അസ്മാഇല്ലാഹി തആല അല്ലാഹുവിന്റെ ഇസ്മുകളാൽ, അസ്മാഉൽ ഹുസ്നയോ അതുപോലത്തെ ദിക്റുകളോ കൊണ്ട് മന്ത്രിക്കുക എന്നത് അത് ആത്മീയമായ ചികിത്സയാണ്. ഫത്ഹുൽ ബാരിയിൽ ആദ്യം ഇബ്നു ഹജർ തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നു, അത് ആത്മീയമായ ചികിത്സയാണ്. അള്ളാന്റെ പടപ്പുകളിൽ നിന്ന് നല്ല മനുഷ്യന്മാരുടെ നാമം കൊണ്ടാണ് അത് ഓതി ഊതുന്നതെങ്കിൽ ഹസനശിഫാവുമില്ല. അള്ളാന്റെ ഇറാദത്തുമായി കെട്ടുപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശമനം കിട്ടും. പക്ഷേ ഖുർആൻ മാത്രമായാൽ പോരാ, ഊതുന്ന ആളും കൂടി നന്നാവണം, അതിനും കൂടി പറ്റുന്ന ആളാവണം. മനുഷ്യന്മാരുടെ പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ തമ്മാടിത്തരങ്ങളിൽ നടക്കുന്ന ഒരാൾ ഖുർആൻ ഓതിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ നിലയിൽ ജീവിക്കുന്ന ഒരാള് നല്ല മനുഷ്യന്മാരുടെ നാവിലൂടെയാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിൽ ശമനമുണ്ടാകും. പക്ഷേ ഈ ഐറ്റം ഇന്ന് വളരെ അപൂർവമാണ്. ഖുർആൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഓരോ ആളുകൾ അതിന് പറ്റുന്നവരല്ല. നോക്ക് നിങ്ങൾ, മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങളും 30 സഹാബാക്കളും ഒരു യാത്ര കഴിച്ച് തിരിച്ചു വരികയാണ്. മദീനയ്ക്ക് പുറത്തു പോയി തിരിച്ചു വരികയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ ആ സംഘത്തെ ആ നാട്ടുകാർ തടഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്? അപ്പൊ ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ ആ തടഞ്ഞ ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് വിഷമേറ്റിരിക്കുന്നു, അതുകൊണ്ട് രാജാവിന്റെ വിഷം ഇറക്കുന്നവന് വലിയ സമ്മാനം രാജാവ് തരും എന്ന് പറഞ്ഞപ്പോ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വിഷം ഇറക്കാത്ത ഒരാളാണ്. എങ്ങനെ വിഷം ഇറക്കാൻ മൂപ്പർക്ക് അറിഞ്ഞൂടാ. പക്ഷെ മുസ്ലിമാണ്, സ്വഹാബിയാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഇവരാണെങ്കിലോ ദിവസങ്ങളായി പട്ടിണിയാണ്, കൊണ്ടുപോയ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല. അബൂ സഈദ് ഖുദരി തങ്ങൾ പറഞ്ഞു, ഞാൻ വിഷം ഇറക്കി തരാലോ എന്നും പറഞ്ഞ് മൂപ്പര് പോയി. അവിടെ പോയപ്പോൾ ഇയാള് ആ വിഷം ശരീരത്തിൽ കയറി നീല നിറമായിട്ട് അങ്ങനെ കിടക്കുക. അദ്ദേഹം ഫാത്തിഹ ഓതി. വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഇത്. ദഈഫാണെന്ന് ഇബ്നു തീമിയ പോലും പറഞ്ഞിട്ടില്ല. ഇത് സ്വഹീഹ ഹദീസാണ്, ഇബ്നു തീമിയയ്ക്ക് പോലും ബാധുണ്ട്. അങ്ങനെ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതി. വേറെ ഓതിയില്ല, ഫാത്തിഹ ഓതിയിട്ട് അയാളെ മന്ത്രിച്ചപ്പോൾ വിഷം ഇറങ്ങി. വിഷം ഇറങ്ങിയപ്പോൾ രാജാവ് 30 ആടുകൾ ഇവർക്ക് പ്രതിഫലമായി നൽകി. 30 ആട്. ഈ ആടിനെ അവർ അറുത്ത് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖത്തിൽ അവർ തിരിച്ച് നാട്ടിലെത്തി. പക്ഷെ ചില ആളുകൾ അക്കൂട്ടത്തിൽ ചില സഹാബാക്കൾ തിന്നില്ല. ഈ ഖുർആൻ ഓതിയിട്ട് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? അത് മോശമല്ലേ? ഖുർആൻ ഓതി കൂലി വാങ്ങൽ മോശമല്ലേ എന്ന് ചിന്തിക്കുന്ന ചിലര്. അവർ തിന്നില്ല, അവര് പട്ടിണിയായി. ഏതായാലും നബിന്റെ അടുത്തെത്തി, മദീനയിൽ എത്തിയപ്പോൾ ഇത് നേരെ റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞു, നബി ഇങ്ങനെ യാത്രയിൽ ഉണ്ടായി. അപ്പൊ ചില ആളുകൾ ആ ഇറച്ചി തിന്നുന്നില്ല. കാരണം ഖുർആൻ ഓതിയിട്ട് വാങ്ങിയതല്ലേ, ഖുർആൻ ഓതി പ്രതിഫലം വാങ്ങൽ മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തിന്നിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, ചില ആളുകളുടെ കുറകൊക്കെ പെടുത്ത് നോക്കി ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കെട്ടിലുണ്ട് ചുട്ടെടുത്ത കുറകുകൾ. അല്ലാഹുവിന്റെ റസൂൽ ആ കുറക് വാങ്ങിയിട്ട് മറ്റ് സഹാബാക്കൾ നോക്കി നിൽക്കെ ആ ആടിന്റെ കുറക് കടിച്ചങ്ങനെ തിന്നുകയും അല്ലാഹുവിന്റെ കിതാബിന്റെ പേരിൽ വാങ്ങുന്ന പ്രതിഫലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയും ചെയ്ത ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിൽ ഒരു ഫാത്തിഹായോ അല്ലെങ്കിൽ മുഅബ്ബിദത്തൈനിയോ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന ഏതുമാവട്ടെ അത് ചൊല്ലി ഊതിയാൽ രോഗം മാറും. പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പൊ ലോകത്തില്ല, അപൂർവമാണ്. അതിന് പറ്റുന്ന ആളുകളില്ലാത്തത് കൊണ്ട് മനുഷ്യന്മാര് പദാർത്ഥ ചികിത്സയിലേക്ക് ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞുപോയതാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയുടെ 196-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം.
അപ്പൊ നമ്മൾക്ക് ഖുർആനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഖുർആൻ കൊണ്ട് ഇപ്പൊ ശിഫ കിട്ടൂല, ഖുർആൻ ഓതിയിട്ട് ഇപ്പൊ കാര്യമില്ല, ഖുർആൻ കൊണ്ട് നമ്മുടെ രോഗം മാറൂല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമുക്ക് ഈമാനില്ല. വേറുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ ശരിക്കും അബദ്ധവിശ്വാസികളായി മാറി. അന്ധവിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് അബദ്ധവിശ്വാസികളായി നമ്മൾ മാറിയതാ. വലംവാലി, ആ അബദ്ധവിശ്വാസികൾ എന്നെ പൊടുത്തല് തമ്പുരാന് എന്നാണ് വലംവാലി പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇത്തരം രോഗങ്ങളുടെ, ആത്മീയ രോഗങ്ങളുടെ ഒക്കെ കാരണം നമ്മൾ ഖുർആനുമായി അകന്നതിന്റെ ഫലമാണ്. നമ്മൾ ഖുർആൻ പറ്റവിട്ടു. ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ പ്രയാസം വരുമ്പോ അത് മാറ്റിത്തരാൻ അള്ളാഹുവോടൊന്നും പറയുന്ന സ്വഭാവം പോലും ഇല്ല. ഒരു ജലദോഷവും പനിയും വന്നാല് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ വൈദ്യശാസ്ത്രമൊക്കെ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ട് ഒരു ഡോക്ടർ വന്നത് ഒരു വാര്യരി പറഞ്ഞ ഒരാള്, കോട്ടയത്തുകാരൻ വാര്യര്, ഉസ്താദ് പറഞ്ഞെന്ന കഥയാണ്. ആ വാര്യര് വന്നിട്ട് ആദ്യം ഒരു MBBS പെരിന്തൽമണ്ണ വന്നത് അയാളാണ്. എന്നിട്ട് അയാളൊരു ക്ലിനിക്ക് തുടങ്ങി. അങ്ങനെ ആളുകൾ ചികിത്സിക്കാനായപ്പോഴത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അപ്പൊ ഒരാള് ശക്തമായ പനിയും ജലദോഷമായിട്ട് മനുഷ്യക്ക് വയ്യാ ഭക്ഷണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നു ഡോക്ടറിന്റെ അടുത്ത്. അപ്പൊ ഡോക്ടർ ഇയാളങ്ങനെ കാര്യമായിട്ട് പരിഗണിച്ചിട്ട് ഡോക്ടർ ഇയാളെ നന്നായിട്ട് ആ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് അന്നാതല്ലേ അവര് എത്ര ഉള്ളൂ അതൊക്കെ വെച്ച് ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ രോഗം വളരെ ഗുരുതരമായ രോഗമാണ്, ഇത് ചെറിയ പ്രശ്നമല്ല, വളരെ ഗുരുതരമായ രോഗമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും. മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ 7 ദിവസം പിടിക്കും പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി, ഒരാഴ്ച കൊണ്ട് മാറുമല്ലോ. പിന്നെന്താ പറഞ്ഞത് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് 7 ദിവസം കൊണ്ട് മാറും, ഒരാഴ്ച കൊണ്ട് മാറും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ രൂപത്തിലാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അള്ളാഹിനോട് പറ്റോനെ ഞാൻ രോഗിയാട്ടോ ഇതൊന്ന് മാറ്റിക്കൊണ്ടാന്ന് നമ്മൾ ആരും പറയുന്നില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. അയ്യൂബ് നബി അള്ളാഹുവോട് പറയുന്നുണ്ട്, രോഗം മൂർധന്യത്തിലെത്തിയിട്ട് നാവിലടക്കം പഴുപ്പ് ബാധിച്ചൊരു ഘട്ടത്തിലാണ്, ദിക്റിലെല്ലാം പോലും പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാ അയ്യൂബ് നബി അള്ളാഹുവോട് പറയുന്നത്, അയ്യൂബ ഇതിനാഥാ റബ്ബഹു അന്നീ മസ്സനിയ തുറു. അയ്യൂബ് നബി നബിയെ അയ്യൂബ് നബി അള്ളാഹുവിനെ വിളിച്ച ആ സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കുക. അള്ളാഹു പറയാ, അന്നീ മസ്സനിയ തുറു, പറ്റോനെ എനിക്ക് വിഷമം കിട്ടോ, അന്ത അർഹമുർറാഹിമീൻ, നീ കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന് അയ്യൂബ് നബി ദുആ ചെയ്യുന്നുണ്ട്. അതോടുകൂടെ ആ രോഗം മാറി. അല്ലാഹു തആല പറഞ്ഞു, അവിടെ ഒരു വെള്ളമുണ്ട്, ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിലൊന്ന് പോയി കുളിച്ചാൽ മതി, നിങ്ങളുടെ രോഗം മാറും. ഇപ്പോൾ ഈജിപ്തിലൊക്കെ പോകുന്ന ആളുകൾ, പലസ്തീനിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ആ വെള്ളത്തിൽ പോയി കുളിക്കാറുണ്ട്. ഏതാവട്ടെ അയ്യൂബ് നബിയുടെ രോഗം അതോടൊക്കെ മാറി. ഇതേപോലെ അള്ളാഹുവിന് ഒരു അവസരം നമ്മൾ കൊടുക്കണില്ലല്ലോ. നമുക്ക് അള്ളാഹുവിൽ തവക്കുലില്ല, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാം, 5 നേരം നിസ്കരിക്കും, നോമ്പ് കുടിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു രോഗം വന്നാൽ ഉടനെ പറയുന്നേ, മറ്റേ ആ ഡോക്ടറെ എടുത്താൽ പോയിട്ടാണ് എന്റെ കഴിഞ്ഞ പ്രാവശ്യം മാറിയേ, ആ ഡോക്ടറെ മരുന്ന് വെച്ചിട്ടാ മാറിയേ, ഈ ഡോക്ടറെ ചികിത്സിച്ചാ മാറിയേ, ആ ഹോസ്പിറ്റലിൽ പോയിട്ടാ മാറിയേ. അപ്പൊ അള്ളാഹ് അവിടെ എന്താ അവസരമുള്ളത്? ഇവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ശമനം നൽകാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, അലൈക്കും ബിശ്ശിഫാഇ, 2 ശമനം നിങ്ങൾ മുറുകെ പിടിക്കുക. അൽ അസ്രി വൽ ഖുർആൻ, ഒന്ന് തേനാണ്, മറ്റൊന്ന് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ പഠിപ്പിച്ച ഹദീസ് ഹാക്കിമും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രം കൊണ്ടുള്ള ചികിത്സ അത് അന്ധവിശ്വാസമല്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രവാചകന്മാരുടെ കാലം മുതൽ എന്ന് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അന്ന് മുതലൊക്കെ ചികിത്സ. യൂനാനിയും ആയുർവേദവും ഹോമിയോപ്പതിയൊക്കെ പിന്നുണ്ടായതാ. അതിന്റെ മുമ്പേ ഉണ്ട് ഈ മന്ത്രം എന്ന് പറയുന്ന ചികിത്സ. ഇസ്ലാമിന്റെ മുമ്പുണ്ട്. നോക്ക് നിങ്ങൾ, മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ പ്രഗൽഭ സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് പറയാ, നബിയെ കുന്നാ നർകാബിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് മന്ത്രിക്കാറുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് ഫാത്തിഹ സൂറത്ത് ഓതുന്നില്ലല്ലോ, ജാഹിലിയ കാലത്ത് കുല്ലായുൽ ഫലക്കില്ലല്ലോ, കുല്ലായുൽ റബ്ബിന്നാസില്ലല്ലോ. ഇസ്ലാം വരുന്നതിന്റെ മുമ്പേ ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഫഖുൽനാ യാ റസൂലുള്ളാഹി കൈഫ തറാ ഫി ദാലിക,
ആ മന്ത്രത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നബിയെ, ഞങ്ങൾക്ക് മന്ത്രിക്കാവോ എന്ന് അയ്യൂബ് മാലിക് തങ്ങൾ ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂൽ പറഞ്ഞ മറുപടി അയ്യൂബ് അലിയ റുക്കാക്കും, നിങ്ങളുടെ മന്ത്രം എന്നെ കൊണ്ട് കാണിക്കുക, നിങ്ങൾ എന്താണ് മന്ത്രിക്കുന്നത് എന്ന് എന്നോട് വന്ന് പറയുക, അത് എന്നെ ബോധ്യപ്പെടുത്തുക. മാലം വെക്കും ഷിർക്കില്ലെങ്കിൽ മന്ത്രം കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മുമ്പുള്ളതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മുമ്പുള്ള പ്രവാചകന്മാരിലൂടെ വന്നതാവാം, മുമ്പുള്ള പ്രവാചകന്മാർക്ക് അള്ള വഹിയിലൂടെ അറിയിച്ചു കൊടുത്തതാവാം. ഷിർക്കില്ലാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് പറഞ്ഞതിന്റെ നേരെതിര്. തൗഹീദ് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനപ്പുറം ഒന്നും പഠിക്കണ്ടല്ലോ. തൗഹീദ് പറഞ്ഞാൽ എന്താ? ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല. അതാണ് തൗഹീദ്. അള്ളാഹു അല്ലാത്ത മറ്റൊരാളും ആരാധനയ്ക്ക് അർഹനായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്ക്. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് വ്യാഖ്യാനിക്കാനുള്ളതിനില്ല. ലാ ഇലാഹ ഇല്ലല്ലയാണ് തൗഹീദ്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുവഹിദാണ്, ഏകദൈവ വിശ്വാസിയാണ്. അള്ളാഹു അല്ലാതെ ഏതോ ഒരാൾ ആരാധനയ്ക്ക് അർഹതപ്പെട്ടയാളുണ്ട്. മൊഹീദ്ദീൻ ശൈഖാവട്ടെ, ലാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, ആരാവട്ടെ, അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ആരാധനയ്ക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരെതിരി, അത് ശിർക്ക്. ഇതങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ ശിർക്ക് എന്ന് കേൾക്കുമ്പോൾ പേടിക്കൂല. ഇതിനാണ് ശിർക്ക് എന്ന് പറയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന് നേരെ എതിരാണ് ശിർക്ക്. അതാണ് അള്ളാഹു അല്ലാതെ ആരോ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവരുണ്ട് എന്ന് വിശ്വസിക്കലാണ് കേട്ടോ, അല്ലാണ്ട് പ്രവൃത്തിയല്ല. ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞത് ഇത്തിഖാദാണ്, മനസ്സിൽ ഉറപ്പിക്കലാണ്. മനസ്സിൽ ഉറപ്പിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10,000 വട്ടം പറഞ്ഞാൽ ഒരാൾ മുവഹിദാകൂല. അങ്ങനെ ആകുകയാണെങ്കിൽ യേശുദാസൊക്കെ പണ്ടേ ഏകദൈവ വിശ്വാസി ആവണം. എത്ര പാട്ടിൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അയാൾ മുസ്ലിം ഒന്നും അല്ലല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, മനസ്സിൽ ഇത്തിഖാദ് ഉണ്ടാവുക. ഷിർക്കും അങ്ങനെ തന്നെയാ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ഏതോ ഒരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഏതോ ഒരു വസ്തു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്ക്. അതില്ലേ എന്നാൽ നിങ്ങളുടെ മന്ത്രത്തിന് യാതൊരു കുഴപ്പമില്ല. അത് ഹിന്ദു മന്ത്രിച്ചാലും ജൂതം മന്ത്രിച്ചാലും അല്ലെങ്കിൽ യഹൂദികൾ മന്ത്രിച്ചാലും അത് തൗഹീദാവണം. ഷിർക്ക് അതിൽ വരാൻ പാടില്ല. അങ്ങനത്തെ മന്ത്രങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പൊ ഞാൻ നിർത്തട്ടെ. നമ്മൾ ആലോചിക്കുക, നമ്മളിലേക്ക് ഷിർക്കും കുഫ്റും ഒക്കെ കടന്നു വരുന്നത് ഇവിടെയാണ്. ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാൽ മുശ്രിക്കാണ്, ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കൽ ഷിർക്കാണ് എന്ന് ഒരുത്തം വിശ്വസിച്ചാൽ അവൻ മുസ്ലിമല്ല. അവനാ ഇസ്ലാമെന്ന് പുറത്തു പോവുക, മന്ത്രിച്ചവനല്ല. മന്ത്രി ചൂതുന്നോളത്ത് മന്ത്രി ഊതലെ ഊതാതിരിക്കട്ടെ, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. മന്ത്രിക്കുന്നത് ഷിർക്കാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാവും. കാരണം ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്, സഹാബാക്കൾ പഠിപ്പിച്ച കാര്യമാണ്, ഇക്കാലം വരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ ചെയ്ത കാര്യമാണ്, ഇസ്ലാമിന്റെ മുമ്പേ നിലനിന്ന കാര്യമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായതൊന്നുമല്ല ഈ മന്ത്രം എന്ന് പറയുന്നത്. ഏതാവട്ടെ, ആ നിലയിൽ നമ്മുടെ ഈമാൻ പഴച്ചു പോകുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് മുഅ്തസിലത്തിന്റെ വിശ്വാസങ്ങൾ പല പേരുകൾ. ഇപ്പൊ മുഅ്തസിലത്തിൽ നിന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതിന് പാർട്ടികൾക്ക് പേര് വേറെ പല പേരുകളാണ്. അത് നമ്മൾ പെടാതിരിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കും.